ഹലോ, ഇന്ന് നമുക്ക് ബാക്കി വന്ന ചപ്പാത്തി വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ആ സവാള വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മുട്ടയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ചപ്പാത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും നമുക്കിതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യുന്നുണ്ട് നീളത്തിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവാള ഇതാ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം കേട്ടോ. മാഗി ക്യൂബിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. മാഗി ക്യൂബ് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ചെറുതാക്കി അരിഞ്ഞ് ക്യാപ്സിക്കം, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ അപ്പുറത്തൊരു പാൻ വെച്ചിട്ട് ആ മുട്ട ഒന്ന് ചിക്കി എടുക്കണുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 3 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഈ മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ ചിക്കി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക. അതും നന്നായി മിക്സാക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചപ്പാത്തി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരം സ്നാക്കായിട്ടൊക്കെ കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, ആ മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്